ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ദിവ്യ ഒരു അമ്മയാവും. പക്ഷെ ഒരുപാട് വലിയ പ്രശ്നങ്ങളിലൂടെയും പ്രതികൂല സാഹചര്യങ്ങളിലൂടെയാണ് ദിവ്യ ഇപ്പൊ കടന്നുപോകുന്നെന്ന് എനിക്കറിയാം. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവുന്ന ഒരു ദിവസം അകലെയല്ലെന്ന് വിശ്വസിച്ചുള്ളൂ. പിന്നെ ദിവ്യയുടെ സീമന്തത്തിനെത്താൻ എനിക്ക് കഴിയില്ല. ഇലക്ഷനാ വരാൻ പോകുന്നത്. എനിക്ക് ഒരുപാട് തിരക്കുകളുണ്ട്. സീമന്തത്തിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ വരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് സ്നേഹത്തോടെ ഞാൻ തരുന്ന ഈ സമ്മാനം ദിവ്യ സ്വീകരിക്കണം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായെന്നറിയാം. ഞാൻ കാരണം വർമ്മ സാറിനും ഈ കുടുംബത്തിനുണ്ടായ അപമാനങ്ങളൊക്കെ മറന്ന് വർമ്മ സാറിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഈ 2 ജീവനും അന്നവും നൽകി. ഒരു ജോലിക്കാരിയാണെന്ന് പോലും നോക്കാതെ. എന്താ കുട്ടിയത്? എന്താ ദിവ്യ? ദിവ്യ ഇപ്പോ ഒരു സാധാരണ സ്ത്രീയല്ല. സാക്ഷാൽ പാർവതി ദേവിക്ക് തുല്യ. ദിവ്യ എന്റെ കാലി വീണ അത് മഹാപാപോ. കൂടുതലൊന്നും ആലോചിക്കണ്ട, സമാധാനൊട്ടിരിക്കുക. നാളെ നടക്കാൻ പോകുന്ന ചടങ്ങ് ദിവ്യയ്ക്കും ദിവ്യയുടെ കുഞ്ഞിനും വേണ്ടി നടത്തുന്ന ചടങ്ങാ. മനസ്സിലെ വിഷമങ്ങളെല്ലാം മറന്ന് ദിവ്യ സന്തോഷമായിട്ടിരിക്കണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. കരയാതെ കണ്ണുടയ്ക്ക്. ശരി വർമ്മ സാറേ. കുഞ്ഞു ജനിക്കട്ടെ. അതിനുശേഷം ദിവ്യയുടെ എല്ലാ വിഷമങ്ങൾക്കും പരിഹാരമുണ്ടാവും. ചേച്ചി, നാളെ രാജുവിന്റെ വീട്ടിൽ വെച്ച് നടത്തുന്ന ദിവ്യയുടെ സീമന്തത്തിന് ചേച്ചിയും പോണം. സാധ്യമല്ല പ്രതാപ. എന്താ ചേച്ചി? അല്ല പ്രതാപ, എനിക്ക് നല്ല തലവേദന, ഒരു പനിക്കോളും ഉണ്ട്. ദിവ്യയുടെ റൂമിലേക്കാണ് നീ എന്നെ വിളിച്ചുകൊണ്ട് വരുന്നെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവിടേക്ക് പോലും വരില്ലായിരുന്നു. വല്ല പകർച്ചപ്പനിയോ ആണെങ്കിലേ ഇവൾക്കും പകരില്ലേ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. ഞാൻ എങ്ങോട്ടുമില്ല. മനസ്സിലായി മാഡം. നന്നായിട്ട് ചേരുന്നുണ്ട് അല്ലേ? യാമിന മാഡത്തിന്റെ സെലക്ഷൻ അല്ലേ, മോശാവോ? ഇപ്പൊ എനിക്ക് ഈ വീട്ടിൽ കിട്ടുന്ന സൗഭാഗ്യങ്ങൾക്കൊക്കെ കാരണം നിങ്ങൾ 2 പേരുവാ. ഇതൊക്കെ എത്ര നാളത്തേക്കാണെന്ന് എനിക്കറിയില്ല. ഞാൻ സന്തോഷിച്ചു കാണാനും എന്നെ സന്തോഷിപ്പിക്കാനും നിങ്ങൾ ശ്രമിക്കുമ്പോ എനിക്ക് എന്താ പറയണ്ടേന്നറിയില്ല. ഒരുപാട് സന്തോഷത്തോടെ ഒരു 100 വർഷം ഒരുമിച്ച് ജീവിക്കാൻ ഒരേ മനസ്സുള്ള നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. മാഡം, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. DNA റിപ്പോർട്ട് കാണിച്ച് പേടിപ്പിച്ചത് പോട്ടെ. സത്യസന്ധനായ ഒരാളായിരുന്നു ദീപക് എങ്കിൽ, ദിവ്യ അവൻ കാരണം അല്ല ഗർഭിണി ആയതെങ്കിൽ, പിന്നെ അവൻ നാളെ ഇവിടേക്ക് വരേണ്ട കാര്യമില്ലല്ലോ. എക്സാക്ട്ലി. അപ്പോ ദീപക് നാളെ വന്ന് ചടങ്ങിൽ പങ്കെടുത്ത് കഴിഞ്ഞ ആ വാർത്ത നമ്മൾ പബ്ലിക് ആക്കാൻ പോകുന്നു. അവൻ നാളെ വരുന്നതും ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്ന് ദിവ്യയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതും നമ്മൾ വീഡിയോ എടുക്കും. ആ വീഡിയോ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കും. അതെ, ഒരുപാട് വീഡിയോ എടുത്ത് എന്നെ കൊടുക്കാൻ നോക്കിയവനവൻ. അവൻ അതേ നാണയത്തിൽ തന്നെ തിരിച്ചൊരു പണി. അവൻ തീരെ പ്രതീക്ഷിക്കില്ല. നമ്മൾ ചിന്തിക്കുന്ന പോലെ എല്ലാം നടന്ന DNA റിപ്പോർട്ട് ഇല്ലാതെ തന്നെ ദീപക്കാണ് ദിവ്യയുടെ കുഞ്ഞിന്റെ അച്ഛനെന്ന് നമുക്ക് തെളിയിക്കാം.
അതെ. എന്താ രതിക മാഡം, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. ദിവ്യയുടെ കുഞ്ഞ് ദീപകിന്റേതാണെന്ന് തെളിയിക്കേണ്ട കാര്യം തന്നെയാ രാജു. പക്ഷെ ആ സത്യം തെളിഞ്ഞ അച്ഛൻ അവനെ കൊണ്ട് ദിവ്യയെ വിവാഹം ചെയ്യിക്കും. പിന്നെ ദീപകിന്റെ ശല്യം തീർന്നു എന്നും പറഞ്ഞ് എന്നെ ഒഴിവാക്കാൻ നിനക്ക് എളുപ്പമാണല്ലോ രാജു. എന്താ രതിക മാഡം? ഏയ് ഒന്നുമില്ല രാജു. ഞാൻ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കായിരുന്നു. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഇത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു? അതെ, അതും ശരിയാ. ആ, എനിക്ക് നല്ല ഉറക്കക്ഷീണമുണ്ട്. എങ്കിൽ രാജു പോയി കിടന്നോ. അല്ല, രതിക മാഡം തന്നെ ഇവിടെ തനിച്ച് നിൽക്കുന്നത്? എന്നായാലും തനിച്ചു നിൽക്കേണ്ടവളല്ലേ ഞാൻ. ഇപ്പോഴേ തനിച്ചു നിന്ന് ശീലിക്കുന്നതിൽ തെറ്റില്ലല്ലോ. ഏയ്, മാഡം എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്ന? അത് പറഞ്ഞ രാജുവിന് മനസ്സിലാവില്ല. രാജു പോയി കിടന്നുറങ്ങും. ശരി മാഡം.